അപ്പൊ വീണ്ടും ഒരു ഹോസ്പിറ്റലിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുഞ്ഞിന് വയ്യാതെ പനി പിടിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവര് റൂമിലേക്ക് മാറ്റി ഫസ്റ്റ് അവർ ചെയ്ത പരിപാടി നേരെ കൂടെ ഉള്ള ഇപ്പോൾ കുഞ്ഞിന്റെ നമ്മുടെ കൂടെ വേറൊരു കുട്ടീനുണ്ടെന്ന് കണ്ടപ്പോൾ അവർ നേഴ്സ് ഓടി വന്നിട്ട് അവളോട് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് എന്താ വേണ്ടത്, കളിക്കാൻ എന്തെങ്കിലും വേണോ, ടോയ്സ് വേണോ, പെയിന്റിങ് എന്തെങ്കിലും വേണോ, അപ്പൊ അതൊക്കെ ചോദിച്ചാൽ അവൾക്ക് പെയിന്റിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ പെയിന്റിങ് പെൻസിലെല്ലാം കൊണ്ട് കൊടുത്തു. അപ്പൊ ഏകദേശം ലഞ്ച് ടൈം ആയിരുന്നു. അപ്പൊ നമ്മള് നീതുവിന് അവിടുന്ന് ഫുഡ് ഉണ്ട്, ആ ഫുഡ് നമുക്ക് വഴി ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്കും കൂടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഭക്ഷണം നമ്മൾ തൊട്ട് ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഇതേപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ പ്രാവശ്യം ബട്ടർ മസാല ചിക്കൻ കിട്ടിയായിരുന്നു. അപ്പൊ അത് നോക്കി പോയി, അത് കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഇത് കിട്ടിയായിരുന്നു, ചിക്കൻ ടിക്ക കിട്ടി. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് മറ്റേ പ്രോൺസിന്റെ ഇതാണ്, ബിരിയാണി പോലെ തന്നെ. അതും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ബീഫ് രാഘു നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇതിന് എനിക്കൊരു ഉണ്ട കിട്ടി, അത് കാരണം അത് വെറുതെ ആയി പോയി. അതും ഞാനൊരു ടിക്കയും പിന്നെ ഒരു നെയ്ച്ചോറ് അവിടെ നിന്ന് മേടിച്ചത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം ഇഷ്ടം പോലെ. അത് ഇതിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ ഈ ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ ചൈനീസ് ഐറ്റംസും അങ്ങനെ എല്ലാ കാറ്റഗറിയുടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാം. പിന്നെ ഫ്രൂട്ട്സിന് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്, സാൻഡ്വിച്ച്, പിന്നെ അതേപോലെ റെഡി ടു ഈറ്റ് കുറെ സാധനങ്ങള്, പിന്നെ എന്താ പറയാ ഈ ഗ്രിൽഡ് ചിക്കന്റെ പീസ്, ലെഗ് പീസ്, അല്ലെങ്കിൽ ചെസ്റ്റ്, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ട് പിന്നെ ഹാം, അങ്ങനെ എല്ലാം നമുക്ക് അവിടെ വലിയ റേറ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാലും നമുക്ക് മാനേജ് ചെയ്യുന്ന രീതിയിലാണ്. ഡ്രിങ്ക്സ് ആയാലും സ്മൂത്തി ആയാലും എല്ലാം ആയാലും അതൊക്കെ നമുക്ക് എങ്ങും പുറത്തു പോകണ്ട, ഒരു കാര്യങ്ങൾക്കും പുറത്തു പോകണ്ട, എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് അവിടെ തന്നെ കിട്ടും. പിന്നെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും ബാക്കി നമുക്ക് വേണ്ട 1-2 ദിവസത്തേക്ക് മാനേജ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറെ ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യം വരാറില്ല, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറ്. പിന്നെ ഇവിടെ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കൽ ഇച്ചിരി ചടങ്ങാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളമൊക്കെ അടിപൊളി. എല്ലാ വാർഡിലായാലും റൂമിലായാലും അവിടെ മറ്റേ വാട്ടർ ഡിസ്പെൻസറും പ്യൂരിഫയറും അതിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാനുള്ള സ്ക്വാഷും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഇന്നത്തേക്ക് വേണ്ട എല്ലാം മേടിച്ചിട്ട് ഞാൻ വേറെ ക്യൂ നിന്നു. എല്ലാം ഇവിടെ മറ്റേപോലെ സെൽഫ് പേയ്മെന്റ് കൗണ്ടർ മെഷീൻ ആണെല്ലാം. അപ്പൊ നമ്മളായിട്ട് അവിടെ ചെന്ന് ബില്ലടിക്കുക, സ്കാൻ ചെയ്ത് കൊടുക്കുക, ബില്ലടിക്കുക. ആരും ചോദിക്കാനും പറയാനില്ല, കാശ് മേടിച്ച് ബാക്കി തരാനുമില്ല, കടം പറയാനും പറ്റൂല. നേരെ ചെല്ലുക, സ്കാൻ ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കുക, ടാറ്റ ബൈ ബൈ. അപ്പൊ ഞാനും ക്യൂ നിന്നു. അതേപോലെ 2-3 സാധനങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് എല്ലാവരും സാധനം മേടിച്ചിട്ട് പോകുന്നത്. ഇതേപോലെ വെറുതെ സ്കാൻ ചെയ്ത് എല്ലാ ബാർക്കോഡ് മാത്രം കാണിച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. കാശ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എത്ര കാശാണോ ഡിസ്പ്ലേ കാണിക്കണം ആ കാശാണ്ട് കൊടുക്കുക, പരിപാടി കാം ഖതം. വേറെ ആരും വേണ്ട. വേണമെങ്കിൽ ബാഗ് എടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ എനിക്ക് നേരെ റൂമിലേക്ക് പോകണം. റൂമിൽ പോയി അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതും അവിടെ ലഞ്ച് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അവള് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവളുടെ ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അങ്ങോട്ട് പോണ ഞങ്ങളുടെ ചിൽഡ്രൻസ് വാർഡിലേക്ക് പോണ വഴി. അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ അടിപൊളിയായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നോക്കണ്ട, കച്ചറയൊന്നുമല്ല. അത്യാവശ്യം അവരെന്തോ വാർഡ് എന്തോ ക്ലിയർ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ്റെനൻസ് നടക്കണമാണ്. പക്ഷെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമുക്ക് റൂം അടിപൊളി റൂം ഒരെണ്ണം കിട്ടി. ഇതിപ്പോ വാർഡിലേക്കും ചിൽഡ്രൻസിന്റെ വാർഡിലേക്ക് പോണ വഴിയാണ്. അപ്പൊ അവരെല്ലാം ഭയങ്കര സ്നേഹമാണ്. നമ്മൾ എന്ത് സ്നേഹം പറയാം, എല്ലാത്തിനും ഭയങ്കര കെയറിങ്ങും ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നേരെ വാർഡിലേക്ക് കയറി. ഇനിയിപ്പോ റൂം നമ്പർ 6 ആണെന്ന് എനിക്ക് കിട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 8 അങ്ങനെ വേണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 4 ആയിരുന്നു അല്ലേ. ആക്ച്വലി ഇപ്പോൾ ഓർമ്മയുണ്ട്. അതിന്റെ അടുത്ത് കിടക്കുക, അവൾക്കും പനി പിടിച്ചേക്കാം. അപ്പോ അതേറെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു വൈകുന്നേരം. ഇപ്പൊ വൈകുന്നേരമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ ഈ കാണുന്ന പോലെ നമ്മള് വാർഡിൽ നിന്ന് ഇത് ഓരോ റൂമും ഓരോ സൈഡിൽ ഓരോ റൂം, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പെയിന്റിംഗ് റൂം, പ്ലേ റൂം, അവരുടെ കിച്ചൺ, അങ്ങനെ എല്ലാം അടിപൊളിയാണ്. ഒരു എന്താ പറയാ, പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടി, അവരെല്ലാ കോർണറുകളിലും ഓരോ എയർ പ്യൂരിഫയർ വെച്ചിട്ട്, അല്ലെങ്കിൽ എയർ ക്ലീനർ എന്നൊക്കെ പറയുന്ന രീതിയിൽ താഴെ ആ കോർണറിലിരിക്കുന്ന വൈറ്റ് സാധനം, ചെറിയൊരു ഫ്രിഡ്ജ് പോലെ ഇങ്ങനെയല്ലേ, അതൊക്കെ അടിപൊളിയാണ്. കാരണം അവര് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അവര് ഇത് വെച്ചിട്ടുണ്ട്. കാരണം ആ എയർ പ്യൂരിഫൈ ഇപ്പൊ നമ്മുടെ ഇപ്പൊ എത്ര വലിയ ഹോസ്പിറ്റലിൽ ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നമ്മൾ കണ്ടു വളർന്ന ശൈലിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ചെറിയ ഹോസ്പിറ്റലിന്റെ മണവും അല്ലെങ്കിൽ മെഡിസിന്റെ മണമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ മേടിച്ച സാധനങ്ങളെല്ലാം ഒന്ന് ഹീറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോണാണ്. നേരെ അവിടെ ചെല്ലുക,
ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ സ്റ്റുഡിയോ. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കലും വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യമല്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആരുമില്ല, ആരും ശല്യപ്പെടുത്തില്ല, വളരെ ക്വൈറ്റ് ആൻഡ് കാമാണ്. പ്രത്യേകിച്ച് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വെറുതെ ഡോറ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് എന്തെങ്കിലും ശബ്ദം കേട്ടോ, ഇല്ലെങ്കിൽ ശബ്ദം കൂടിയേ ഇല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു അവസ്ഥ. എല്ലാം കൊണ്ടും ഒരു തരക്കേടില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, പനിയൊക്കെ വന്ന് പെട്ട ഭയങ്കര പാടാ. നിച്ചുവിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ 3 മാസത്തിന് താഴെയുള്ള പിള്ളേരെ അല്ലെങ്കിൽ 5 മാസത്തിന് താഴെയുള്ള പിള്ളേരൊക്കെ ഇവര് ഹോസ്പിറ്റലിൽ ഇതേപോലെ പനി പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവരിതെല്ലാം വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ വല്ല വൈറൽ ഫീവർ ആണോ ഇതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അവര് എന്തുണ്ടായാലും ഇല്ലെങ്കിലും അവർ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. കാരണം അതാണ് അവര് പ്രിഫർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പിള്ളേരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ഇന്നലെ രാത്രി കുറെ ബ്ലഡ് എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. കുഞ്ഞായതുകൊണ്ട് അവൾക്ക് വെയിൻ കിട്ടണ്ടായില്ല. അപ്പൊ അങ്ങനെ വെയിൻ കിട്ടാത്തതിന് കുറെ പ്രശ്നങ്ങളും കൊണ്ട് കൊച്ചു ഭയങ്കര കരച്ചില്, അത് കണ്ടിട്ട് നീതുവിന് ഭയങ്കര കരച്ചില്, നീതു പുറത്തു പോയി കരച്ചില്, ബഹളം, അങ്ങനെ ആകമാനം ഇന്നലെ രാത്രി ജഗമൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം തീർത്ത് എന്ത് അവസാനം അവര് ക്യാനിലിടാതെ ഡയറക്റ്റ് കുഞ്ഞിന്റെ തൊടേമ ഒരു ആന്റിബയോട്ടിക് അടിച്ചു രാത്രി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇന്ന് രാത്രി ഒരെണ്ണം കൂടി ഉണ്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കണു. ഈ കാണുന്നതാണ് നമുക്ക് അവരൊന്ന് ഉച്ചക്ക് നീതു കൊടുത്ത ഫുഡ്. നമ്മളോട് ചോദിച്ചിട്ടാണ് എന്താ നമുക്ക് ഒരു മെനു ഉണ്ടാവും, നമുക്ക് സോസേജ് വേണോ, ബർഗർ വേണോ, ടൂണ വേണോ, നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള നമ്മൾ പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് നമ്മൾ അവർ കൊണ്ടുത്തരും. അപ്പൊ നീതിനുള്ള ഭക്ഷണം അത് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൂടി ഞങ്ങൾ ഇതേപോലെ ഹീറ്റപ്പ് ചെയ്തിട്ട് നേരെ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന പരിപാടി. നിച്ചുവിന് സുഖമായിട്ടിരിക്കണം, ചെറിയ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ അവളവിടെ സുഖമായിട്ടിരുന്നോളും. അപ്പൊ അങ്ങനെ ലഞ്ച് കഴിഞ്ഞോട് കൂടി നമ്മുടെ ഡോക്ടറും നമ്മുടെ ഫുൾ സന്നാഹം എത്തി. ഇങ്ങനെയാണ് അവരെല്ലാവരും വരിക. ഒരു നേഴ്സ് അസിസ്റ്റന്റ്, ഡോക്ടറിന്റെ അസിസ്റ്റന്റ്, എന്താണ് അങ്ങനെയുള്ള ഒരു 5-6 പേരുടെ ടീമുമായിട്ടാണ് വരിക. അപ്പൊ ഞാൻ ക്യാമറ ഇങ്ങനെ മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്. കാരണം നമ്മളിപ്പോ അവരോട് ചോദിക്കാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് വളരെ മോശമല്ലേ. അപ്പൊ ആരും ഫീസ് വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിങ്ങനെ ക്യാമറ വെറുതെ പ്ലേസ് ചെയ്ത് വെച്ചത്. 10 മിനിറ്റ് മുമ്പ് വെച്ചായിരുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്താണ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടും ഇത്രയും കെയർ ആയിട്ടും ഒരു ഡോക്ടർമാരെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു ഹെഡ് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിലത്തിയിരിക്കുക അവര്. അപ്പോ ഇന്നലെ രാത്രിയൊക്കെ ഒരു ലേഡി ഡോക്ടർ തന്നെയായിരുന്നു. ആളത്ര സുഖം ഉണ്ടായില്ല. എന്നാലും പക്ഷെ ഈ ഡോക്ടറൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞ് എന്തുകൊണ്ടാണ് സംഭവിക്കണേ, എങ്ങനെയാണ് സംഭവിക്കണേ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, ഇവരുടെ പ്ലാൻ എന്താണ്, ഇവരെന്താ ചെയ്യാൻ പോണത്, ഇപ്പൊ എന്താണ് അവസ്ഥ, കറണ്ട് സിറ്റുവേഷൻ എന്താ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയും. അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ കുഞ്ഞിത്തരായുള്ള ആയതുകൊണ്ടും അങ്ങനെ അവർ ഫുള്ള് നമുക്കൊരു ബ്രീഫായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് വേറെ ആളുടെ അടുത്ത് ചോദിക്കണ്ട എന്താണ് ചെയ്യാൻ പോണേ, അവരെന്താണ് പ്ലാൻ ഉള്ളത്, എല്ലാം അവർ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞും ചോദിച്ചും. ഈവൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ കൂടി എന്താ പറയാ, സോറി മോം, സോറി ഡാഡ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടാണ് അവരൊരു ഇഞ്ചക്ഷൻ വരെ എടുക്കുക. അപ്പൊ ഭയങ്കര കെയറിങ് ആണ് ഡോക്ടർ. നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ നമുക്ക് ഫുഡ് പറ്റുന്നുണ്ടോ, ഭക്ഷണം പറ്റുന്നുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേറെ രാജ്യക്കാരായതുകൊണ്ട് അവർക്ക് നമ്മളോടൊരു പ്രത്യേക ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് തന്നെ NHSന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇത്രയും ഇപ്പൊ ഡെലിവറി പ്രഗ്നന്റ് ആയ സമയം തുടങ്ങിയിട്ടും ഇപ്പൊ ഡെലിവറി ആയി, ഇപ്പൊ കൊച്ചിന്റെ 2ാമത്തെ വിസിറ്റാണ്. ഇതെല്ലാത്തിനും വേണ്ടി ആയിട്ടും നമുക്ക് അത്രയും നല്ലൊരു സർവീസാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. ഒന്നിനും നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പൊ ഇത്ര സെറ്റപ്പായിട്ട് ആൾക്കാർ വന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരും സന്നാഹങ്ങളും വന്ന് നമ്മളോട് ഇത്രയും ഇടപെടുകയും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. എല്ലാം എന്താണ്, നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഇനി ഒരു വൈകുന്നേരം ഒരു ആന്റിബയോട്ടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ രാവിലെ പോകാമെന്നാണ് അത് പറഞ്ഞേക്കണേ. അപ്പൊ അതുവരെയുള്ള ഫുഡിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവരെന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ ജ്യൂസ്, ചായ, എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുതരും. നമുക്ക് അവിടെ ബസറടിച്ചാൽ അവരൊന്ന് അറ്റൻഡ് ചെയ്തോളും. എന്ത് ഹെൽപ്പിനും എപ്പോ വിളിച്ചാലും അവര് ഒരു പുഞ്ചിരിയോടുകൂടി വന്ന് ഭയങ്കര സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കും. വരുമ്പോ കൊച്ചിനെ ചെക്ക് ചെയ്യുക, പിന്നെ ഇത്രയും അവർ ഗ്യാപ്പ് ഇട്ടിട്ട് ടെമ്പറേച്ചറും എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യേണ്ട പോലെ തന്നെ യൂഷ്വൽ കാര്യങ്ങളൊക്കെ അതും ചെയ്യുക. ഇവിടെ എന്താ പറയുക, നമ്മളൊന്നും ചോദിക്കണ്ട, അല്ലാതെ തന്നെ എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്.
അപ്പൊ അത് അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. അപ്പൊ ഇതൊക്കെ എല്ലാവരും കാണിക്കാം. അങ്ങനെയാണ് ഈ ക്യാമറ വെച്ചത്. ഈ ക്യാമറ ഇപ്പൊ നമ്മൾ ഡെലിവറിക്കൊക്കെ കയറുകയാണെങ്കിൽ അവർ തന്നെ ചോദിക്കും, നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അവർ തന്നെ വീഡിയോ എടുത്ത് തരും. ഡെലിവറി നടക്കണതും ഇപ്പൊ ഡെലിവറി അറ്റ് എ ടൈം ബേബി പുറത്ത് വരുന്നതും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഷൂട്ട് ചെയ്യാം. അവർ തന്നെ വീഡിയോ പിടിച്ചു തരും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയും ഇങ്ങനെ ഡെലിവറിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ള ഒരു നേഴ്സിനെ വിളിച്ചിട്ട് അവരെ വീഡിയോ എടുത്ത് തരാൻ പറയും. നമ്മളെ മൊബൈൽ കൊടുത്താൽ അവർ സിമ്പിളായിട്ട് ആ വീഡിയോ എടുത്ത് തരും. അപ്പൊ അതൊക്കെ ഭയങ്കര സ്നേഹം. ഞാനൊക്കെ ഡെലിവറി റൂമിൽ അവളുടെ കൂടെ ഇതിന്റെ കൂടെ നിൽക്കുമ്പോ കാര്യം നമുക്ക് ആ നേരത്തെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഭയങ്കര ഞാൻ ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം കൊണ്ടും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ആരും ഒന്നും ടെൻഷൻ അടിക്കണ്ട. എല്ലാം വലിയ തർക്കക്കേടില്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നടന്നോളും. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ എടുത്തെന്ന് മാത്രം. എനിവേ എല്ലാവർക്കും താങ്ക് യു.